രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യമായി ഫൈനൽ കളിച്ച കേരളത്തിന് സ്വീകരണം. വിദർഭയ്ക്കെതിരായ ഫൈനലിൽ റണ്ണറപ്പായ കേരള ടീമിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വീകരണം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, കേരളത്തിലെ ചുണക്കുട്ടികൾ അവർ ഫൈനലിലെത്തിയത് അവർ വിജയിച്ചില്ല എങ്കിൽ കൂടി പൊരുതിയാണ് അവർ തോറ്റത്. അതിൻ്റെ ഒരു ആവേശം അവർക്ക് നൽകിയ സ്വീകരണത്തിലും കാണാൻ സാധിക്കുന്നില്ലേ? എത്രത്തോളം ആവേശമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്? ഏറെ ആവേശത്തോടു കൂടിയാണ് മത്സരത്തിൽ റണ്ണേഴ്സ് അപ്പായിട്ടുള്ള കേരള ടീമിന് ആവേശകരമായ സ്വീകരണമായ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഭിച്ചത്. നമുക്ക് കലാശ പോരാട്ടത്തിൽ കിരീടം കൈവിട്ടെങ്കിലും രഞ്ജി ട്രോഫിയിൽ അഭിമാന നേട്ടവുമായി തന്നെയാണ് കേരള ടീമിന്റെ മടങ്ങി വരവുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് രഞ്ജി ട്രോഫിയിൽ കേരളം റണ്ണേഴ്സ് അപ്പ് ടീം തന്നെയാവുന്നത്. വിദർഭയ്ക്കെതിരെ ഫൈനൽ മത്സരം സമനിലയിലായതോടെയാണ് കേരളത്തിന്റെ കപ്പ് നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. മത്സരം സമനിലയിൽ അവസാനിച്ചതോടെ ആദ്യ ഇന്നിംഗ്സിൽ ഇതിന്റെ മികവിൽ തന്നെയാണ് വിദർഭ കിരീടം സ്വന്തമാക്കിയത്. എന്നാൽ ഇനിയും ടീം വിജയം നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും പോവുക എന്നാണ് ഇപ്പോൾ ക്യാപ്റ്റൻ വ്യക്തമാക്കിയത്. വരും നാളുകളിൽ വിജയം നേടുക തന്നെ ചെയ്യും. വളരെ ആവേശത്തോടു കൂടിയാണ് KCAയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ക്രിക്കറ്റ് ആരാധകരും ഇവരെ ഇനി അടുത്ത നാളെ പ്രത്യേക സ്വീകരണം ടീം അംഗങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക സ്വീകരണമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സ്വീകരണത്തിൽ ടീം അംഗങ്ങൾക്ക് സ്വീകരണം നൽകുന്ന പ്രധാന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ പ്രത്യേക വേദിയിൽ ഈ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. അണ്ടർ 14 and അണ്ടർ 16 ടീമുകൾ അംഗങ്ങളും KCA ടീം അംഗങ്ങളും ഈ കളി കാണുന്നതിനായി പോയിരുന്നു. അവരും ഇവർക്കൊപ്പം ഇന്ന് വിമാനത്തിൽ തന്നെ ഇവിടേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അവർക്കും പ്രത്യേക വാഹനം, രണ്ട് ടീമുകൾക്കും പ്രത്യേക വാഹനങ്ങൾ ഒരുക്കിയാണ് ഇവരെ KCA ആദരിക്കുന്നത്. അടുത്ത ദിവസം പ്രത്യേക പരിപാടികളോടുകൂടി ഇവർക്ക് പ്രത്യേക ആദരവും സംസ്ഥാനത്ത് നാളെ തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുണ്ട്. രജിത്ത്, ഇപ്പോൾ അവരുടെ ഒരു ആവേശമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. താരങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ? വളരെ ആവേശത്തോടു കൂടിയാണ്. നേരത്തെ സച്ചിൻ ബേബിയാണ് ആ ടീമിന്റെ ക്യാപ്റ്റൻ. നമുക്ക് അവരുടെ കേരള ടീമിന് അഭിവാദ്യങ്ങൾ, കേരള കോച്ചിന് അഭിവാദ്യങ്ങൾ, സച്ചിൻ ബേബിക്ക് അഭിവാദ്യങ്ങൾ, മോഹൻ കുന്നുവല്ല അഭിവാദ്യങ്ങൾ, സന്തോഷ സൂചകമായി തന്നെ എന്തായാലും കളിക്കാരെക്കാൾ ഏറെ ആവേശം ആരാധകർക്ക് തന്നെയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യമായി ഫൈനൽ കളിച്ച കേരളത്തിന് മികച്ചൊരു സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവർക്കുള്ള ഔദ്യോഗിക സ്വീകരണം അത് നാളെയാണ്. നാളെ 6 മണിക്ക് സർക്കാർ അവർക്കുള്ള ഔദ്യോഗിക സ്വീകരണം നൽകും. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ.